യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ച 2026 മെയ് 13-ാം തീയതി. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ വീട്ടിൽ ഒരു ചെറിയ ഭയം ഒളിഞ്ഞിരിക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം പതിവ് പോലെ തന്നെയാണ്. അടുക്കളയിൽ ചായ തിളക്കുന്നു, കുട്ടികളുടെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് കിടക്കുന്നു, വാതിൽക്കൽ ചെരുപ്പുകൾ ചിതറിക്കിടക്കുന്നു. പക്ഷേ ഒരാളുടെ നെഞ്ചിനുള്ളിൽ ഒരു കല്ലുപോലെ ഒരു ഭാരം. ഇനി എന്താകും എന്നൊരു ചോദ്യം. ഒരമ്മ ഫോണിലെ പഴയ സന്ദേശം വീണ്ടും തുറന്നു നോക്കുന്നു. വിദേശത്തേക്കുള്ള മറുപടി വന്നിട്ടില്ല. ഒരു അച്ഛൻ മിണ്ടാതെ കസേരയിലിരിക്കുന്നു. ജോലി സ്ഥിരമല്ല. ഒരു മകൾ പരീക്ഷാഫലം കാത്തിരിക്കുന്നു. ഒരു മകൻ വീട്ടിൽ ശരിയായി സംസാരിക്കുന്നില്ല. മരുന്നിൻ്റെ കവറും വാടകയുടെ ഓർമ്മയും ബാങ്ക് സന്ദേശവും പണിതീരാത്ത വീട്ടിൻ്റെ ഫോട്ടോയും എല്ലാം കൂടി ഒരു കുടുംബത്തിൻ്റെ മനസ്സ് തളർത്തുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ മൃദുലമായ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. ഇന്ന് മെയ് 13 മാതാവിൻ്റെ ഫാത്തിമ സ്മരണയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ വളരെ ആവശ്യമായ ഒരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് ഭയം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. മക്കളുടെ ഭാവി, ജോലി, വിസ, കടം, രോഗം, വീട്ടിലെ സമാധാനം ഇവയൊക്കെ മനസ്സിൽ കെട്ടിക്കിടന്ന് ശ്വാസം മുട്ടുന്നവർക്ക് വേണ്ടിയാണ്. ഭയം ചിലപ്പോൾ വലിയ ശബ്ദത്തിൽ വരുന്നില്ല, അത് നിശബ്ദമായി വരും. എല്ലാവരും ഉറങ്ങിയ ശേഷം മാത്രം തല ഉയർത്തും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നാലും മനസ്സുറങ്ങുകയില്ല. നാളത്തെ ചെലവെങ്ങനെ? മകൻ്റെ വഴി ശരിയാകുമോ? മകളുടെ വിവാഹം നടക്കുമോ? ഭർത്താവിൻ്റെ രോഗം കുറയുമോ? എൻ്റെ ജോലി തുടരുമോ? വിസ വരുമോ? വീട്ടുകടം അടയ്ക്കാനാകുമോ? കുടുംബം തകരാതെ കാക്കാനാകുമോ? ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യത്തിലൂടെയാണ്. മറിയമേ, ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം മറിയത്തോട് പറഞ്ഞതാണെങ്കിലും ഇന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബഹൃദയത്തോടും ദൈവം പറയുന്ന വാക്കാണ്. ഭയപ്പെടേണ്ട. കാരണം നിന്റെ സ്ഥിതി ദൈവത്തിന് അന്യമായിട്ടില്ല. നിന്റെ വീട്ടിൻ്റെ ഉള്ളിലെ മൗനവും ദൈവം കേൾക്കുന്നു. നിന്റെ കുഞ്ഞിൻ്റെ പേരും അവനറിയാം. നിന്റെ കടത്തിൻ്റെ തീയതികളും അവൻ കാണുന്നു. നീ രാത്രി തലയിണയിൽ മുഖം ഒളിപ്പിച്ച് കരഞ്ഞതും അവൻ മറന്നിട്ടില്ല. മറിയത്തിനും എല്ലാം എളുപ്പമായിരുന്നില്ല. ദൈവദൂതൻ വന്നപ്പോൾ അവളുടെ ജീവിതം മുഴുവൻ മാറി. അവൾക്കു മുന്നിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ ചോദ്യമുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എങ്കിലും അവൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസി ഞാൻ. അതാണ് ഭയത്തെ ജയിക്കുന്ന വഴി. എല്ലാം മനസ്സിലായതിനു ശേഷമല്ല വിശ്വാസം തുടങ്ങുന്നത്. മനസ്സിലാകാത്തപ്പോഴും ദൈവത്തിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴാണ് വിശ്വാസം തുടങ്ങുന്നത്. ഫാത്തിമയിൽ മാതാവ് കുട്ടികളോട് പറഞ്ഞതും ഇതേ വഴിയാണ്. പ്രാർത്ഥിക്കൂ. ഭയപ്പെടാതെ ദൈവത്തിലേക്ക് മടങ്ങൂ. ജപമാല കൈവിടരുത്. സമാധാനത്തിനായി പ്രാർത്ഥിക്കൂ. ഇന്നും മാതാവ് നമ്മുടെ വീടുകളുടെ വാതിൽക്കൽ നിൽക്കുന്നു. അവൾ ചോദിക്കുന്നത് വലിയ കാര്യങ്ങളല്ല. ഒരു മൃദുവായ ഹൃദയം, ഒരു ജപമാലയുടെ മണി, ഒരു സമർപ്പണവാക്ക്. അമ്മേ, എൻ്റെ വീട്ടിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമേ എന്ന ഒരു സത്യസന്ധമായ പ്രാർത്ഥന. ഒരു കുടുംബത്തിൻ്റെ ഭയം ചിലപ്പോൾ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഇരുണ്ട ആകാശം പോലെയാണ്. കാറ്റ് വരുമോ എന്നറിയില്ല, മഴ പെയ്യുമോ എന്നറിയില്ല, പക്ഷെ ആകാശം ഭാരമായി നിൽക്കും. അപ്പോൾ ഒരു ചെറിയ വിളക്ക് വീട്ടിനുള്ളിൽ കത്തിയാൽ പോലും മനസ്സിന് ആശ്വാസം കിട്ടും. പ്രാർത്ഥന ആ വിളക്കാണ്. ജപമാല ആ വിളക്കിൻ്റെ തിരിയാണ്. മാതാവിൻ്റെ സ്നേഹം ആ വിളക്കിനെ കാറ്റിൽ നിന്ന് കാക്കുന്ന കൈയാണ്. ഞാൻ ഓർക്കുന്ന ഒരു അമ്മയുടെ ചെറിയ സാക്ഷ്യമുണ്ട്. അവളുടെ മകൻ വിദേശത്തേക്കുള്ള അപേക്ഷ കൊടുത്തിരുന്നു. മാസങ്ങളായി മറുപടിയില്ല.
വീട്ടിൽ വാടക. ഭർത്താവിന് ലഭിക്കുന്ന ജോലി ചില ദിവസങ്ങളിൽ മാത്രം. മകളുടെ പഠനച്ചെലവ്. മേശപ്പുറത്ത് പഴയ ഒരു ഫയൽ. അതിൻ്റെ കോണുകൾ മടിഞ്ഞിരുന്നു. അകത്ത് പാസ്പോർട്ടിൻ്റെ പകർപ്പും സർട്ടിഫിക്കറ്റുകളും ചില രസീതുകളും. ആ അമ്മ ആ ഫയൽ തുറക്കുമ്പോൾ തന്നെ കണ്ണ് നിറയും. ഒരു ദിവസം ബാങ്കിൽ നിന്നുള്ള സന്ദേശം വന്നപ്പോൾ അവൾ ഭയന്ന് ഫോൺ താഴെ വെച്ചു. അടുക്കളയിൽ കറി തിളച്ചുകൊണ്ടിരുന്നു. ചമ്മന്തിക്കല്ലിനരികിൽ അരിഞ്ഞുവെച്ച ഉള്ളിയുടെ മണം. അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. ആരും കാണാതെ അവൾ അലമാരയിൽ നിന്ന് പഴയ ജപമാല എടുത്തു. 2 മണികൾ പൊട്ടിയിരിക്കുന്നു. എങ്കിലും അവളത് കയ്യിൽ പിടിച്ച് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇനി ഭയമില്ലാതെ ഒരു ദിവസം ജീവിക്കാൻ സഹായിക്കണമേ. അന്ന് തന്നെ വലിയ അത്ഭുതം സംഭവിച്ചില്ല. വിസയുടെ മറുപടി വന്നില്ല. പണം പെട്ടെന്ന് ലഭിച്ചില്ല. പക്ഷേ അമ്മ പറഞ്ഞു, അച്ഛ, അന്നു മുതൽ എൻ്റെ ഉള്ളിലെ വിറയൽ കുറയാൻ തുടങ്ങി. ഞാൻ ഭയപ്പെട്ടു. പക്ഷേ ഭയത്തിനുള്ളിൽ ഞാൻ ഒറ്റയല്ലെന്ന് തോന്നി. കുറച്ച് ആഴ്ചകൾക്കു ശേഷം മകന് ഒരു ചെറിയ ജോലി ലഭിച്ചു. വിദേശയാത്ര ഉടനെ നടന്നില്ല. പക്ഷേ വീട്ടിലെ നിരാശ കുറയാൻ തുടങ്ങി. അവർ രാത്രി ഭക്ഷണത്തിനു മുമ്പ് ഒരു ദശകം ജപമാല ചൊല്ലാൻ തുടങ്ങി. മകൾ പരീക്ഷയുടെ ഭയം കൊണ്ടും പഠിക്കാനിരുന്നു. ഭർത്താവ് ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൃപ. ദൈവം ചിലപ്പോൾ ആദ്യം പുറത്തുള്ള വാതിൽ തുറക്കുന്നതിനു മുമ്പ് ഉള്ളിലെ ഭയത്തിൻ്റെ വാതിൽ തുറക്കും. ആദ്യം കടം തീർക്കുന്നതിനു മുമ്പ് കടം കൊണ്ട് തകരാതെ നിൽക്കാൻ ശക്തി തരും. ആദ്യം മറുപടി തരുന്നതിനു മുമ്പ് കാത്തിരിപ്പിൽ സമാധാനം തരും. ആദ്യം മക്കളെ മുഴുവൻ മാറ്റുന്നതിനു മുമ്പ് അമ്മയുടെ ഹൃദയത്തിൽ പ്രത്യാശ വീണ്ടും കത്തിക്കും. ഇന്ന് നിന്റെ വീട്ടിൽ ഭയം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ ഒളിപ്പിക്കേണ്ട. യേശുവിൻ്റെ മുന്നിൽ വെക്കൂ. മാതാവിൻ്റെ കരങ്ങളിൽ വെക്കൂ. നീ ദുർബലനായതുകൊണ്ടല്ല ഭയം വരുന്നത്. നീ സ്നേഹിക്കുന്നതിനാലാണ് ഭയം വരുന്നത്. മക്കളെ സ്നേഹിക്കുന്നതിനാൽ അമ്മ ഭയപ്പെടുന്നു. കുടുംബത്തെ സ്നേഹിക്കുന്നതിനാൽ അച്ഛൻ ഭയപ്പെടുന്നു. ഭാവിയെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളതിനാൽ യുവാക്കൾ ഭയപ്പെടുന്നു. പക്ഷേ ആ സ്നേഹം ഭയമായി കത്തിപ്പോകാതെ പ്രാർത്ഥനയായി ഉയരാൻ ഇന്ന് നമുക്ക് കൃപ ചോദിക്കാം. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. കഴിയുമെങ്കിൽ ഒരു ജപമാല കയ്യിൽ പിടിക്കൂ. അല്ലെങ്കിൽ വീട്ടിൻ്റെ താക്കോൽ, മകൻ്റെയോ മകളുടെയോ ഒരു പുസ്തകം, വിസ ഫയൽ, മരുന്നിൻ്റെ കവർ, കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ, എന്തെങ്കിലും കയ്യിൽ പിടിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കൈനെഞ്ചിൽ വെക്കൂ. ആ നെഞ്ചിനുള്ളിൽ ഇപ്പോൾ നിന്റെ വീട്ടിൻ്റെ മുഴുവൻ ഭാരവുമുണ്ട്. അത് യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ. കർത്താവായ ഈശോയെ, ഈ ബുധനാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ കരുണയുടെ മുമ്പിൽ നിൽക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ സമാധാനം നൽകിയവനെ, ഭയത്തിൽ അടഞ്ഞുപോയ ഞങ്ങളുടെ വീടുകളിലേക്ക് നീ വരണമേ. ഈശോയെ, ഉറങ്ങാതെ കിടക്കുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്ന അപ്പന്മാരെ ശക്തിപ്പെടുത്തണമേ. ജോലിയില്ലാത്ത മക്കൾക്ക് പ്രത്യാശ തരണമേ. വിസയുടെയും ജോലിയുടെയും മറുപടി കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ സമാധാനം തരണമേ. പരീക്ഷാഫലം, വിവാഹം, ചികിത്സ, കടം, വാടക, പണിതീരാത്ത വീട്, ഇവയൊക്കെ കൊണ്ട് തളർന്ന കുടുംബങ്ങളെ നിന്റെ തിരുഹൃദയത്തിൽ ചേർത്തു പിടിക്കണമേ. കർത്താവെ, ഭയം കൊണ്ട് വീട്ടിലെ വാക്കുകൾ കടുപ്പമാകാതിരിക്കട്ടെ. ആശങ്ക കൊണ്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ അകലം വരാതിരിക്കട്ടെ. മക്കളുടെ തെറ്റുകൾ കണ്ട് മാതാപിതാക്കൾ നിരാശരാകാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ ഭയം കണ്ട് മക്കൾ അകന്നുപോകരുതേ. ഞങ്ങളുടെ വീട്ടിൽ പരസ്പരം കേൾക്കാനുള്ള കൃപ വരട്ടെ. പരസ്പരം മൃദുവായി സംസാരിക്കാനുള്ള കൃപ വരട്ടെ. പരിശുദ്ധ അമ്മേ ഫാത്തിമ മാതാവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ മൂടുപടത്തിനടിയിൽ മറച്ചുകൊള്ളണമേ. ലോകത്തിൻ്റെ ഭയങ്ങളും കുടുംബത്തിൻ്റെ ഭാരങ്ങളും മക്കളുടെ വഴിതെറ്റലുകളും വീട്ടിലെ സാമ്പത്തിക സമ്മർദ്ദങ്ങളും എല്ലാം ഞങ്ങൾ നിന്റെ കൈകളിൽ വയ്ക്കുന്നു. അമ്മേ, ഞങ്ങളുടെ വീടുകളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമേ. മാതാവേ, ജപമാല കൈവിട്ടു പോയ കുടുംബങ്ങളിൽ വീണ്ടും പ്രാർത്ഥനയുടെ ശ്വാസം വരട്ടെ.
പള്ളിയിൽ നിന്ന് അകന്നുപോയ മക്കൾക്ക് ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മ വരട്ടെ. പ്രാർത്ഥിക്കാൻ മനസ്സില്ലാതെ ക്ഷീണിച്ച അമ്മമാർക്ക് വീണ്ടും ചെറിയൊരു വിശ്വാസ വെളിച്ചം ലഭിക്കട്ടെ. അച്ഛൻ്റെ മൗനത്തിനുള്ളിലെ ഭയം നീ യേശുവിനോട് പറയണമേ. അമ്മയുടെ കണ്ണുനീർ നീ യേശുവിന് കാണിച്ചു തരണമേ. മക്കളുടെ ആശയക്കുഴപ്പം നീ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. കർത്താവെ, ദൂതൻ മറിയത്തോട് പറഞ്ഞ വചനം ഇന്ന് ഞങ്ങളും കേൾക്കുന്നു. ഭയപ്പെടേണ്ട. എൻ്റെ വീട്ടിനോട് നീ പറയണമേ, ഭയപ്പെടേണ്ട. എൻ്റെ അമ്മയോട് നീ പറയണമേ, ഭയപ്പെടേണ്ട. എൻ്റെ അച്ഛനോട് നീ പറയണമേ, ഭയപ്പെടേണ്ട. എൻ്റെ മക്കളോട് നീ പറയണമേ, ഭയപ്പെടേണ്ട. എൻ്റെ കാത്തിരിപ്പിനോട് നീ പറയണമേ, ഭയപ്പെടേണ്ട. എൻ്റെ രോഗത്തോട് കടത്തോട് ശൂന്യമായ കൈകളോട് നീ പറയണമേ, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ കൃപ നിനക്കുണ്ട്. ഈശോയെ, ഞങ്ങൾ അത്ഭുതങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അത്ഭുതത്തേക്കാൾ മുമ്പ് നിന്റെ സാന്നിധ്യം ചോദിക്കുന്നു. വാതിൽ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വാതിൽ തുറക്കുന്നതുവരെ തകരാതെ നിൽക്കാൻ കൃപ ചോദിക്കുന്നു. മറുപടി വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ മറുപടി വരുന്നതുവരെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ കൃപ ചോദിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ ഭയമല്ല, നിന്റെ സമാധാനം ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ ഏറ്റവും വലിയ ഭയം ഒരു വാക്കായി മനസ്സിൽ പറയൂ. ജോലിയാണോ? വിസാണോ? കടാണോ? രോഗമാണോ? മക്കളോ? വിവാഹമോ? പരീക്ഷയോ? വീട്ടിലെ സമാധാനമോ? അത് യേശുവിന് മറച്ചു വയ്ക്കരുത്. ഈശോയെ, ഇതാണ് എൻ്റെ ഭയം, ഇത് ഞാൻ നിനക്ക് കൊടുക്കുന്നു എന്ന് ശാന്തമായി പറയൂ. ഇന്ന് കമൻറ്റിൽ നിന്റെ പേരോ നിന്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാവിഷയമോ എഴുതാം. എൻ്റെ വീട്ടിലെ ഭയം മാറണം എന്ന് എഴുതാം. ജോലിക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. വിസ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്ന് എഴുതാം. മക്കളുടെ ഭാവിക്കായി പ്രാർത്ഥിക്കണം എന്നെഴുതാം. കുടുംബത്തിന് സമാധാനം വേണം എന്നെഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമൻ്റ് സ്ഥലം ഭയപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് മാതാവിൻ്റെ കൈപിടിച്ച് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്ന് ഒരു ചെറിയ ആത്മീയ ചുവട് വയ്ക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ജപമാല കയ്യിൽ പിടിക്കൂ. ഒരു ദശകം പോലും കഴിയില്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രം ശാന്തമായി പറയൂ, മറിയമേ, എൻ്റെ വീട്ടിനെ യേശുവിലേക്ക് കൊണ്ടുപോകണമേ. പിന്നെ ഈ വചനം ഒരു പ്രാവശ്യം പറയൂ, ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിനക്കുണ്ട്. ആ വാക്ക് നിന്റെ നെഞ്ചിൽ പതിയട്ടെ, നിന്റെ ഉറക്കത്തിലേക്ക് പതിയട്ടെ, നിന്റെ വീട്ടിൻ്റെ വാതിലിൽ കാവലായി നിൽക്കട്ടെ. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം അടച്ചു വയ്ക്കരുത്. നിന്റെ ഫോൺ ഇന്ന് ദൈവവചനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ രാത്രി മുഴുവൻ ഭയത്തിൽ ഉറങ്ങാതെ കിടക്കുന്ന ഒരു അമ്മയ്ക്ക് ഇത് മാതാവിൻ്റെ കൈപിടിത്തമായി എത്താം. ജോലി മറുപടി കാത്തിരിക്കുന്ന ഒരു യുവാവിന് ഇത് പ്രത്യാശയായി മാറാം. മകനെക്കുറിച്ച് കരയുന്ന ഒരു അച്ഛന് ഇത് ദൈവം മറന്നിട്ടില്ലെന്ന ഓർമ്മയായി മാറാം. പ്രിയപ്പെട്ടവരെ, ഭയം നിന്റെ വീട്ടിൻ്റെ അവസാന വാക്കല്ല. കാത്തിരിപ്പ് നിന്റെ ജീവിതത്തിൻ്റെ അവസാന അധ്യായമല്ല. മാതാവിൻ്റെ കയ്യിൽ പിടിച്ച കുടുംബം യേശുവിൻ്റെ ഹൃദയത്തിലേക്കാണ് നടക്കുന്നത്. ചില പാതകൾ നീളാം, ചില മറുപടികൾ വൈകാം, ചില കണ്ണുനീർ മിണ്ടാതെ വീഴാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ ഭയം ഒറ്റയ്ക്ക് രാജ്യം നടത്തുകയില്ല. നിന്റെ ഭയത്തിൻ്റെ രാത്രിയിൽ ജപമാലയുടെ വെളിച്ചം കത്തട്ടെ. നിന്റെ മക്കളുടെ വഴികളിൽ മാതാവിൻ്റെ കാവലുണ്ടാകട്ടെ. നിന്റെ കാത്തിരിപ്പിന് യേശുവിൻ്റെ സമാധാനം ഇറങ്ങട്ടെ. നിന്റെ വീട്ടിൽ ഭയപ്പെടേണ്ട എന്ന സ്വർഗവാക്ക് ഇന്ന് താമസിക്കട്ടെ. നിന്റെ ഭയപ്പെട്ട ഹൃദയത്തിൽ ഫാത്തിമ മാതാവിൻ്റെ മൃദുവായ ആശ്വാസം വിരിയട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവനെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും.